അന്തരിച്ച വി.എസ്. രാധാകൃഷ്ണൻ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കായി ജീവൻ വെടിയാൻ പോലും തയ്യാറായ വ്യക്തിയാണെന്ന് SC/ST കോർഡിനേഷൻ ചെയർമാൻ ടി. മായാണ്ടി. വി.എസ്. രാധാകൃഷ്ണൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു മായാണ്ടി. കൊടുക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ ഇവിടെ രണ്ടും കൽപ്പിച്ച് ശക്തമായിട്ടുള്ള ഒരു ഹർത്താലിനും ഒരു സമരത്തിനും നേതൃത്വം കൊടുക്കാൻ അന്ന് ജീവൻ കളയാൻ പോലും ഇവിടുത്തെ ദളിത് ആദിവാസി സംഘടനകൾ തയ്യാറായി. അതിന് വി.എസ്. രാധാകൃഷ്ണൻ നേതൃത്വം കൊടുത്തു. ഒരു കാരണവശാലും അവർക്കത് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ പാലക്കാട് വെച്ച് ഇവരുള്ള പ്രഖ്യാപനത്തിൽ അന്ന് തന്നെ പത്രക്കാർ പറഞ്ഞു, ഇവിടെ രണ്ട് സമുദായങ്ങളെയും തന്നെ ഇവിടെ തമ്മിലടിക്കുന്നത് ശരിയല്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അവർക്ക് തുറന്നു പറയേണ്ടി വന്നു. UDF-ന്റെ നേതാക്കൾക്ക് പറയേണ്ടി വന്നു, പാലക്കാട് വെച്ച് ഞങ്ങളല്ല സാക്ഷാൽ കരുണാകരൻ വിചാരിച്ചാലും ഇവിടെ പാലക്കാടിലെ ഈഴവത്തണ്ണന്മാർക്ക് സർട്ടിഫിക്കറ്റ് പട്ടികവർക്കാരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ല, പട്ടികജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയിപ്പിക്കാൻ വി.എസ്. രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ഇവരുടെ സംഘടനകൾക്കും കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ പിന്നോക്ക വിഭാഗ സമരങ്ങൾക്ക് ശക്തി പകർന്നത് രാധാകൃഷ്ണന്റെ ഇടപെടലിലൂടെയാണ്. പിന്നോക്ക വിഭാഗക്കാരുടെ ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ചു. ദളിത് പെൺകുട്ടികൾക്കെതിരെ നിരന്തരം നടന്ന പീഡനങ്ങൾക്കെതിരെയും നിരന്തരം ഇടപെട്ടു. കേസെടുത്ത് രാധാകൃഷ്ണനെ ഇല്ലാതാക്കാനായി ശ്രമിച്ചപ്പോഴും രാധാകൃഷ്ണൻ തളരാതെ പോരാടി. നല്ലൊരു ദളിത് ആക്ടിവിസ്റ്റിനെയാണ് നഷ്ടമായതെന്നും മായാണ്ടി പറഞ്ഞു. ടി.പി. കനകദാസ്, വി. വാസുദേവൻ, കണ്ണദാസ്, ഖാദർ കണ്ണാടി, ഹരി, സേതുപിരാരി, അമ്പലക്കാട് വിജയൻ, ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു.